ഗുഡ് ഈവനിങ്. ഫസ്റ്റ് നമുക്ക് ചെറിയൊരു മെഡിറ്റേഷൻ ചെയ്തിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവരും റെഡിയാണെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇല്ലാത്ത ജസ്റ്റ് ഒന്ന് ചാറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാം. റെഡി അല്ലെങ്കിൽ ഒരു തംസ് അപ്പ് എന്തെങ്കിലും ഒന്ന് മെൻഷൻ ചെയ്തേക്കുക. കണ്ണുകളടച്ച് റിലാക്സ് ആയിരിക്കാം. നിങ്ങളുടെ കംപ്ലീറ്റ് കോൺസെൻട്രേഷൻ നിങ്ങളുടെ ബ്രീത്തിലേക്ക് കൊടുക്കുക. നന്നായി ശ്വാസം ഉള്ളിലേക്ക് എടുക്കുകയും പുറത്തേക്ക് വിടുകയും ചെയ്യുക. Take a deep breath in, hold on, breathe out slowly. Again, take a deep breath in, hold on, breathe out slowly. Again, take a deep breath in, hold on, breathe out slowly. ഓരോ ശ്വാസവും ഉള്ളിലേക്ക് എടുക്കുന്നതും പുറത്തേക്ക് പോകുന്നതിലേക്ക് നന്നായി കോൺസെൻട്രേറ്റ് ചെയ്യുക. ശ്വാസം മൂക്കിലൂടെ ഉള്ളിലേക്ക് കടന്ന് നിങ്ങളുടെ ശരീരം മുഴുവൻ സ്പ്രെഡ് ആകുന്നതായിട്ട് നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാവുന്നതാണ്. യെസ്, ഗുഡ്. ഇതൊരു തണുത്ത കാറ്റ് മൂക്കിലൂടെ ഉള്ളിലേക്ക് കടക്കുന്നതായിട്ട് നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാം. നിങ്ങൾ നിങ്ങളിലേക്ക് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യുക. നിങ്ങളുടെ ശരീരത്തിൽ നടക്കുന്ന ഓരോ പ്രവർത്തനങ്ങളും, ശ്വസനം, ദഹനം, കാഴ്ച, ചെറിയ ചെറിയ കാര്യങ്ങൾ മുതൽ വലിയ വലിയ പ്രോസസ്സിംഗ് വരെ നിങ്ങൾക്ക് നിങ്ങളുടെ ബോഡിയിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ നിങ്ങൾക്ക് കാണാം. അതിനെല്ലാം ദൈവത്തോട് നന്ദി പറയാം. ഒരു നിമിഷം നിങ്ങൾക്ക് അതിനായി ചിലവഴിക്കാം. നിങ്ങളുടെ ശരീരത്തിൽ നടക്കുന്ന ഓരോ പ്രവർത്തനങ്ങളും ഇത്ര സ്മൂത്തായി നല്ല രീതിയിൽ നടക്കുന്നതിന് നിങ്ങൾക്ക് നിങ്ങളുടെ ദൈവത്തോട് നന്ദി പറയാം. താങ്ക് യു ഗോഡ്. താങ്ക് യു. താങ്ക് യു സോ മച്ച്. നിങ്ങൾ നിങ്ങളുടെ ഫാമിലിയെ മുഴുവനായി ഇമാജിൻ ചെയ്യുക. നിങ്ങളുടെ കുട്ടികൾ, ഭർത്താവ്, ഭാര്യ, അമ്മ, അച്ഛൻ, സഹോദരങ്ങൾ, ഇതെല്ലാം ചേർന്ന ഒരു സന്തോഷമായിട്ടുള്ളൊരു ഫാമിലി. നിങ്ങൾ ശ്വാസം എടുത്ത് പുറത്തേക്ക് വിടുമ്പോൾ ആ ഒരു ഹാപ്പിനെസ് ആണ് നിങ്ങൾ മറ്റുള്ളവരിലേക്ക് കൊടുക്കുന്നത്. നിങ്ങളുടെ മുഖത്ത് പുഞ്ചിരി നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാവുന്നതാണ്. നമ്മളുടെ മുഖത്തെ പുഞ്ചിരി നമ്മളുടെ ചുറ്റുമുള്ള ഓരോരുത്തരെയും സന്തോഷിപ്പിക്കുന്നതായി നിങ്ങൾക്ക് കാണാൻ കഴിയുന്നു. നിങ്ങളുടെ ചുറ്റുമുള്ള ഓരോ ആളുകളും സന്തോഷിക്കുകയാണ് നിങ്ങളിലൂടെ. ഇതിന് ദൈവത്തോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാകില്ല. താങ്ക് യു ഗോഡ്. ഹൃദയത്തിൽ തട്ടി ഞാൻ നിങ്ങളോട് ദൈവത്തോട് നന്ദി പറയുന്നു. യെസ്, ഗുഡ്. ആ ഒരു നന്ദിയുടെ പ്രവാഹത്തിൽ നിങ്ങൾക്ക് ഒരു നിമിഷം ഇരിക്കാവുന്നതാണ്. വീണ്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ശ്വാസത്തിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാം. ടേക്ക് എ ഡീപ് ബ്രീത്ത് ഇൻ, ഹോൾഡ് ഓൺ, ബ്രീത്ത് ഔട്ട് സ്ലോലി. Again, take a deep breath in, hold on, breathe out slowly. ഇനി മെല്ലെ കണ്ണ് തുറക്കാം. നിങ്ങളിപ്പോൾ കണ്ണു തുറക്കുമ്പോൾ വളരെ സന്തോഷമായിട്ടുള്ള ചുറ്റുപാടായിരിക്കും നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. അങ്ങനെ എനർജറ്റിക് ആയിട്ട് നിങ്ങൾക്ക് കണ്ണു തുറക്കാവുന്നതാണ്. ഓക്കെ, ഗുഡ്.
എല്ലാവരും മെഡിറ്റേഷനിൽ തിരിച്ചെന്ന് വിചാരിക്കുന്നു. എപ്പോഴും പറയുന്നത് പോലെ വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ്. നിങ്ങൾ വീഡിയോ മോഡിൽ വന്നാൽ കുറച്ചുകൂടെ കളറായിരിക്കും എല്ലാവരും. കാരണം വീഡിയോയിൽ വരുന്നത് എനിക്ക് നിങ്ങളെ കാണാൻ വേണ്ടി മാത്രമല്ല, നിങ്ങൾ വീഡിയോയിൽ വരുന്ന സമയം നിങ്ങളിലും ഒരുപാട് ചേഞ്ചസ് ഉണ്ടാക്കുന്നതായിരിക്കും. അതിനാണ് വീഡിയോ മോഡിൽ തന്നെ വരാൻ വേണ്ടിയിട്ട് പറയുന്നത്. നമ്മളുടെ ഇന്നത്തെ ടോപ്പിക്ക് പേരന്റിങ് ആണ്. പേരന്റിങ് എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണല്ലേ പലർക്കും. കുട്ടികളെ നോക്കുക എന്നുള്ളത് ശരിക്കും ചില ആളുകളിൽ പ്രസവിക്കുന്നതിന് മുമ്പ് തന്നെ, ഗർഭിണിയായിരിക്കുന്ന സമയം തന്നെ ആ ഒരു ബുദ്ധിമുട്ടെന്ന് ഞാൻ എടുത്തു പറയാൻ കാരണം പലരും അതിനെ അങ്ങനെയാണ് കാണുന്നത്. മറ്റു ചിലർ ഇതിനെ ബ്ലെസ്സിങ് ആയിട്ട് കാണുന്നവരുമുണ്ട്. പക്ഷേ എല്ലായ്പ്പോഴും നമുക്ക് അതൊന്ന് ബാലൻസ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും, വളരെ പ്രയാസപ്പെട്ടായിരിക്കും അത് ബാലൻസ് ചെയ്ത് പോകുന്നത്. കാരണം ഇപ്പൊ ഒരു കുട്ടിയുണ്ട്, ആ കുട്ടി നമ്മൾ ഇങ്ങനെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്ന സമയത്തേക്ക് അടുത്ത കുട്ടി, അപ്പൊ ഇവർ രണ്ടുപേരോട് വരുമ്പോഴത്തേക്ക് ആരെ കെയർ ചെയ്യണം എന്നുള്ളൊരു കൺഫ്യൂഷനിലായിരിക്കും. നമ്മളിങ്ങനെ ബാലൻസ് ചെയ്ത് അതിനെ ഒന്നൊരു ഇക്വിലിബ്രിയം സ്റ്റേജിൽ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ മെല്ലെ ഇങ്ങനെ മൂവ് ചെയ്യും. ശരിക്കും ഇതാണ് നമ്മളും കുട്ടികളും തമ്മിലുള്ള, അതായത് പേരൻസും മക്കളും തമ്മിലുള്ള ഒരു ലൈഫ് എന്ന് പറയുന്നത്. പല ആളുകളും കുട്ടികളെ ഒരുപാട് ഉപദേശിക്കാറുണ്ട്, ഒരുപാട് അഡ്വൈസ് കൊടുക്കാറുണ്ട്. നീ അങ്ങനെ ചെയ്യണം, അങ്ങനെ പഠിക്കണം, ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് പല അഡ്വൈസുകളും കൊടുക്കാറുണ്ട്. ശരിക്കും കുട്ടികൾക്കെന്നല്ല, പേരൻസായ നിങ്ങളോട് ഞാൻ ചോദിക്കുകയാണ്, നിങ്ങളെ ആരെങ്കിലും ഉപദേശിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാണോ? നിങ്ങളെ ആരെങ്കിലും ഉപദേശിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാണോ? ഇത് ഞാൻ കണ്ടൊരു കാര്യം എന്ന് വെച്ചാൽ, ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഇരിക്കുകയാണ്. അപ്പൊ ഞാന് എൻ്റെ ഒരു സുഹൃത്താണ്. അപ്പം അവർ രണ്ടുപേരും ഞാനും കൂടി ഇരിക്കുകയാണ്. അപ്പം ഈ ഹസ്ബൻഡും വൈഫും വളരെ കാര്യമാണ്, വളരെ സ്നേഹമാണ്. അപ്പം വൈഫിനോട് ചില കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക, നീ അങ്ങനെ ചെയ്താൽ നല്ലതായിരിക്കും, ഇങ്ങനെ ചെയ്താൽ നല്ലതായിരിക്കും എന്നാണ് ഉപദേശിച്ചു കൊടുക്കുകയാണ്. ആക്ച്വലി ആ അഡ്വൈസ് എന്ന് പറഞ്ഞത് ഭാര്യയ്ക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്, ഭാര്യയ്ക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷെ എവിടെയോ എന്തോ ഒന്ന്, ഇത് എന്നെ ഉപദേശിക്കുന്നതല്ലേ, ഇത് എനിക്ക് എന്തിനാണ് അഡ്വൈസ് എന്നുള്ളൊരു മനോഭാവം ആ ഫ്രണ്ടിന്റെ മനസ്സിൽ വരികയും, അപ്പം ആ അഡ്വൈസ് കൊടുക്കുന്ന സമയം ഇങ്ങനെ കണ്ടിന്യൂസ് ഇങ്ങനെ ഉപദേശിച്ചുകൊണ്ടിരിക്കുന്ന സമയം അവിടെ ഒരു ഇറിറ്റേഷൻ ഫീൽ ചെയ്യും. കാരണം അതുപോലെ തന്നെയാണ്, അതായത് നമ്മൾക്ക് എന്താണ് ഫീൽ ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് നമ്മളുടെ കുട്ടികൾക്കും ഫീൽ ചെയ്യുന്നത്. അത് മസ്റ്റായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അപ്പം നമ്മളെ ഒരാൾ ഉപദേശിക്കുമ്പോൾ എത്രമാത്രം ഇറിറ്റേഷൻസ് നമുക്ക് ഫീൽ ചെയ്യുമോ, അതുപോലെ തന്നെയാണ് നമ്മൾ നമ്മുടെ കുട്ടികളെ ഉപദേശിക്കാൻ പോകുമ്പോഴും നമ്മൾ എപ്പോഴും കുട്ടികളുടെ ഭാഗം ഒന്ന് കേൾക്കാൻ ശ്രമിക്കേണ്ടതാണ്. അതായത് ജസ്റ്റ് അവരെ ഒന്ന് കേൾക്കുക, അവർക്ക് എന്താണ് പറയേണ്ടത് എന്ന് ഒന്ന് അറിയുന്നത് നല്ലതായിരിക്കും. ഇപ്പൊ കുട്ടി സ്കൂളിൽ നിന്ന് വരുന്ന സമയം, ഇന്ന് എന്താണ് പഠിപ്പിച്ചത്, അവിടെ എന്താ സംഭവിച്ചത്, എന്താ സംഭവിച്ചത് എന്നുള്ള രീതിയിൽ ചോദ്യങ്ങൾ ചോദിച്ചിട്ടാണെങ്കിൽ പോലും അവൻ പറയുന്ന അല്ലെങ്കിൽ അവൾ പറയുന്നത് നമ്മളൊന്ന് കേൾക്കേണ്ടതാണ്. കാരണം നമ്മളുടെ കുട്ടിയെ ഫസ്റ്റ് കേൾക്കേണ്ടത് നമ്മൾ തന്നെയാണ്. പക്ഷേ നമ്മൾ കേൾക്കാൻ, ഞാൻ ഉൾപ്പെടെയുള്ള പേരൻസ് കേൾക്കാൻ ടൈം കൊടുക്കാറില്ല. അപ്പൊ ഇന്ന് എന്റെ ചെറിയ മകള് പ്രീ-കെജിയിൽ പഠിക്കുകയാണ്. അപ്പൊ വന്ന ഉടനെ ചോദിച്ചു, എന്താ സ്കൂളിൽ ഇന്ന് ഇങ്ങനെ ഉണ്ടായിരുന്ന സ്കൂളിൽ? ഞാൻ നന്നായിട്ട് കളിച്ചു. ബാക്കിയൊന്നും അവൾക്ക് ഓർമ്മയില്ല, എന്തൊക്കെ പഠിപ്പിച്ചെന്നും ഒന്നും പറയുന്നില്ല, കളിച്ച കാര്യം മാത്രം പറയുന്നുണ്ട്. അപ്പൊ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എന്നോട് അ അ ആപ്പിൾ. അപ്പം എങ്ങനെയാണ് അ അ ഇങ്ങനെ നാക്ക് നീട്ടിക്കൊണ്ട്, കാരണം അതുപോലെയാണ് മാം എന്നെ പഠിപ്പിച്ചത്. അപ്പൊ ഞങ്ങള് അന്ന് കൈയൊക്കെ കൊട്ടി അവളെ ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യാൻ, സൂപ്പർ ആയിട്ട് എന്നെ ഞങ്ങളെ പഠിപ്പിക്കുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ചു നേരം അവളുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്തു. ശരിക്കും നമ്മളുടെ ഈ തലമുറയിൽ ഇല്ലാത്തൊരു കാര്യം ഇത് തന്നെയാണ്, കുട്ടികളുടെ കൂടെ ടൈം ചെലവാക്കാൻ പേരൻസിനില്ല. ചോദിക്കുകയാണെങ്കിൽ ഇതൊക്കെ ചെയ്യുന്നത് അവർക്ക് വേണ്ടിയല്ലേ എന്നാണ്. അതൊക്കെ ശരിയാണ്. പക്ഷേ ഇതൊക്കെ ചെയ്താലും അതിനേക്കാളും വാല്യുബിൾ ആയിട്ടുള്ളത് അവർക്ക് കുറച്ച് സമയം, പേരൻസ് ആയ നമ്മളുടെയൊക്കെ കൂടെ ഇരിക്കുന്ന കുറച്ച് സമയം അവരുടെ ലൈഫിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ അത് കൊടുത്തില്ലെങ്കിൽ അവർക്ക് വല്ലാണ്ട് സങ്കടമാവും. നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിൽ ഒരു കുഞ്ഞു കുട്ടിയുണ്ട്. ദൈവം ആരെയും യങ്സ്റ്റേഴ്സ് ആയിട്ടും അതുപോലെ ഓൾഡ് ഏജസ് ആയിട്ടും ഒന്നും ഭൂമിയിലേക്ക് അയച്ചിട്ടില്ല. എല്ലാവരെയും കുട്ടിയായിട്ട് തന്നെയാണ് അയച്ചിട്ടുള്ളതല്ലേ. അപ്പം ഈ കുട്ടി എന്ന് പറയുന്ന ഒരു മനസ്സ് എല്ലാവരുടെ ഉള്ളിലുണ്ട് അല്ലേ. നിങ്ങളുടെ ഓരോരുത്തരുടെ ഉള്ളിൽ ഒരു പാട്ട് കണ്ടാൽ ഡാൻസ് കളിക്കാത്തായിട്ട് ആരാ ഉള്ളത്?
ഡാൻസ് കളിക്കാത്തവരുണ്ട്. പേടിച്ച് അവരെ കണ്ടാൽ എന്ത് വിചാരിക്കും, ഇവര് കണ്ടാൽ എന്ത് വിചാരിക്കും, അങ്ങനെ കളിക്കാത്ത ആളുകളുണ്ട്. അല്ലെങ്കിൽ ഒരു ഹാപ്പിനെസ്, ഒരു ഡാൻസ് നന്നായിട്ട് കളിക്കുന്ന ഒരു കുട്ടിയെ കണ്ട അടിപൊളിയായിട്ട് കളിക്കുന്നു, ആ ഒരു ഹാപ്പിനെസ് ആരുടെ ഉള്ളിലാണ് ഇല്ലാത്തത്? അപ്പം ആ ഒരു കുട്ടിയുടെ മനസ്സുള്ളത് കൊണ്ടല്ലേ. അപ്പം നമ്മളുടെ എല്ലാവരുടെയും ഉള്ളിൽ ആ കുട്ടിയുടെ മനസ്സുണ്ട്. അത് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ, അത് മെയിൻറ്റെയിൻ ചെയ്ത് പോകുകയാണെങ്കിൽ നമുക്ക് ഈ കുട്ടികളെ ക്യാരി ചെയ്യാൻ അല്ലെങ്കിൽ ഹാൻഡിൽ ചെയ്യാൻ എളുപ്പമായിരിക്കും. അതുകൊണ്ടാണ് അപ്പോൾ മാത്രമേ നമുക്ക് മനസ്സിലാവുള്ളൂ അവിടെ ലിസണിങ്ങിന് എത്രമാത്രം ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ളത്. നമ്മളുടെ കുട്ടികളെ നമ്മൾ കേൾക്കാനിരിക്കണം, മസ്റ്റായിട്ടും. ഒരു ദിവസം ഒരു 5 മിനിറ്റ് എങ്കിലും അവരെ കേൾക്കാൻ വേണ്ടി നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യണം. ഫുഡ് ഉണ്ടാക്കുന്നവർക്ക് വേണ്ടിയാണ്, ഡ്രസ്സ് കഴുകുന്നവർക്ക് വേണ്ടിയാണ്, പാത്രം കഴുകുന്നവർക്ക് വേണ്ടി, എല്ലാം ചെയ്യുന്നത് അവർക്ക് വേണ്ടിയാണ്. ഇത് തന്നെയാണ് നമ്മൾ പറയുന്നത്. ചിലപ്പോൾ നമ്മൾ അവരെ ഇരുത്തി പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ടാകും. അതല്ല, പേഴ്സണലൈസ്ഡ് ആയിട്ട് അവരുടെ കൂടെ അവരെ സ്നേഹിക്കാനായിട്ട് കുറച്ച് ടൈം അവർ പറയുന്നത് കേൾക്കാനായിട്ട് നമ്മൾ മസ്റ്റായിട്ട് ഇരിക്കേണ്ടതാണ്. ഇന്ന് മുതൽ മസ്റ്റായിട്ട് ശ്രദ്ധിച്ച്, അതായത് ഫസ്റ്റിലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. എന്റെ ജോലിയുടെ ഇടയ്ക്ക് അങ്ങനെ ഒരു ടൈം കണ്ടെത്തി ഡിഫിക്കൽട്ട് ഫോർ മീ എന്നൊക്കെ തോന്നും. പക്ഷേ ഇറ്റ്സ് പോസിബിൾ, റിയലി ഇറ്റ് ഈസ് പോസിബിൾ. നമ്മൾ ഇതുവരെ ശ്രമിച്ചിട്ടില്ലാത്തൊരു കാര്യമാണ്, അല്ലെ? അതുപോലെ തന്നെ ലിസൺ ചെയ്തിട്ട് മാത്രമേ, എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അവരെ ആദ്യം കേൾക്കുക. അതായത് ഇപ്പൊ ഒരു കോടതിയിൽ ഒരു കുറ്റവാളി, അല്ലെ കൊലക്കുറ്റ ചെയ്ത ഒരാളെ ആണെങ്കിലും കോടതിയിൽ കൊണ്ടുപോകുന്ന സമയം ആ കുറ്റവാളിക്ക് പറയാനുള്ളത് എന്താണോ അതിന് ശേഷമായിരിക്കും വധശിക്ഷയെങ്കിൽ വധശിക്ഷ. എന്തായാലും ഫസ്റ്റ് പ്രയോറിറ്റി അവിടെ കേൾക്കാനാണ് ശ്രമിക്കാറ്. നമ്മൾ അത് ഒന്ന് ശ്രദ്ധിച്ചു പോയാൽ വളരെ ഉപകാരമായിരിക്കും. നമ്മൾക്ക് ആ കുട്ടികളുടെ മനസ്സറിയാൻ ശ്രമിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇവരെ കേൾക്കുന്നതിനനുസരിച്ച് നമ്മൾക്ക് അവരുടെ കൂടെ ഉള്ളൊരു ഫ്രണ്ടായിട്ട് നമുക്ക് അവരോടൊപ്പം ചേരാൻ കഴിയുന്നതായിരിക്കും, അവരെ നമ്മൾ കേൾക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ. കാരണം പല കുട്ടികളും പറയുന്നത്, എന്നെ കേൾക്കാൻ ആരുമില്ല, എന്നെ മനസ്സിലാക്കാൻ ആരുമില്ല, ഞാൻ പിന്നെ ആരോട് പോയി പറയും? അച്ഛനോട് പറഞ്ഞ അച്ഛൻ ദേഷ്യപ്പെടും, അമ്മയോട് പറഞ്ഞ അമ്മയ്ക്ക് ഭയങ്കര ദേഷ്യം, അമ്മ എന്നെ അടിക്കും. ഇങ്ങനെയൊക്കെയാണ്. നമ്മൾ അവർ നമ്മളെ പേടിച്ചല്ല ജീവിക്കേണ്ടത്, അവർ നമ്മൾക്കൊപ്പമാണ് വളരേണ്ടത്. നമ്മളോടൊപ്പം നമ്മളെ സ്നേഹിച്ചാണ് വളരേണ്ടത്. എന്ന് കരുതി കുറ്റങ്ങൾ ചെയ്താൽ ശിക്ഷിക്കാൻ പാടില്ല എന്നല്ല. തെറ്റുകൾ കണ്ടാൽ അതങ്ങനെയല്ല എന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം, സ്നേഹത്തോടെ. അതല്ല, നീ അങ്ങനെ ചെയ്താൽ നിന്നെ കൊന്നുകളയും, ഇങ്ങനെയല്ല. സ്നേഹത്തോടെ അവരോട് നമ്മൾ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം. അതുപോലെ തന്നെ നമ്മൾ ഇപ്പം ശരിക്കും നമ്മൾ അവരെ സംസാരിക്കാൻ അലോ ചെയ്യേണ്ടതാണ്. ഇപ്പം നമ്മളുടെ അതായത് പേരൻസും കുട്ടികളുമായിട്ട് എവിടെയെങ്കിലും പോവുകയാണ്, ഇപ്പം റിലേറ്റീവ്സിന്റെ വീട്ടിൽ, അല്ലെങ്കിൽ ഒരു ഗെറ്റ് ടുഗദർ, എന്തെങ്കിലും ഒരു ഫംഗ്ഷന് പോകുമ്പോൾ നമ്മുടെ റിലേറ്റീവ്സ് ഉണ്ടാകും അല്ലെങ്കിൽ ഫ്രണ്ട്സ് ഉണ്ടാകും. അവർ വന്നിട്ട് ചോദിക്കുകയാണ്, മോൻ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്, ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? അവൻ LKG പഠിക്കുന്നത്, അത് ഇന്ന സ്കൂളിലാണ് പഠിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എടുത്തു കയറി പറയാൻ ശ്രമിക്കാൻ പാടില്ല. അവരോട് ചോദിക്കല്ലേ, അതിന് അവരെ അനുവദിച്ചു കൊടുക്കുക. അവർ ആൻസർ പറയട്ടെ. ലെറ്റ് ദം സ്പീക്ക്, ലെറ്റ് ദം സ്പീക്ക്. അലോ, അവരെ നന്നായിട്ട് അലോ ചെയ്യുക സംസാരിക്കാനായിട്ട്. അവർക്ക് അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക. ആ അവസരങ്ങൾ നമ്മൾ മറികടന്ന് ഓവർടേക്ക് ചെയ്ത്, അവൻ ആദ്യ ക്ലാസ്സിലാണ്, അവൻ ഇങ്ങനെയാണ്, അവൻ പഠിക്കാൻ മിടുക്കനാണ്, അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ എന്ന് പറഞ്ഞിട്ട് അവരുടെ ഉള്ളിലത് മുറിവുകൾ ഏൽപ്പിക്കും. നിസ്സാരം കാര്യങ്ങളാണ്, പക്ഷെ വലിയ മുറിവുകൾ ആ മനസ്സിലേൽക്കും. കുഞ്ഞു മനസ്സല്ലേ, കുട്ടികളുടെ മനസ്സല്ലേ. അതുകൊണ്ട് നമ്മളതൊന്ന് ശ്രദ്ധിച്ചു പോയാൽ കുറച്ച് നല്ലതായിരിക്കും. നമ്മളൊന്ന് ബാക്കിലേക്ക് പോയാൽ മനസ്സിലാവും, ശരിയാണ്, അന്ന് ഞാൻ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നൊക്കെ നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ ഓർമ്മ വന്നിട്ടുണ്ടാകാം. അതുപോലെ തന്നെയാണ് അവരെ കേൾക്കുന്ന കാര്യം. അതുപോലെ തന്നെ നമ്മൾ അവരോട് ക്വസ്റ്റ്യൻസ് ചോദിക്കേണ്ടതാണ്. അതായത് ചിന്തിക്കാനുള്ള അവസരം നമ്മൾ അവർക്ക് ഉണ്ടാക്കി കൊടുക്കേണ്ടത് നല്ലതായിരിക്കും. ഇപ്പോൾ നമ്മുടെ കേരളത്തിന്റെ അവസ്ഥ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ക്വസ്റ്റ്യൻസ്, അവർക്ക് ചിന്തിക്കാനുള്ള കാര്യങ്ങൾ, എന്തെങ്കിലും ഒരു എക്സ്പെരിമെന്റ് ചെയ്യുന്ന കാര്യമാണെങ്കിൽ, അല്ലെങ്കിൽ ഈ ലൈറ്റിനെ കുറിച്ച്, അല്ലെന്നുണ്ടെങ്കിൽ ഒരു ലവിനെ കുറിച്ച്, പ്രണയത്തെ കുറിച്ച്. പ്രണയം എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ തലമുറ പ്രണയം എന്ന് പറയുമ്പോൾ ലവേഴ്സ്, അത് ആ പ്രണയത്തിന് ഒരു വേർഡ് മാത്രമേ ഉള്ളൂ. പക്ഷെ പ്രണയം എന്ന് വെച്ചാൽ ഹസ്ബൻഡ് വൈഫ് പ്രണയമാണ്, സ്നേഹമാണ്. കുട്ടികളും പേരൻസും സ്നേഹമാണ്, അല്ലെ? ആ സ്നേഹത്തിന്റെ അർത്ഥം അവർക്ക് മനസ്സിലാകണമെങ്കിൽ നമ്മൾ അവരെ സ്നേഹിക്കണം.
അവർക്ക് സ്നേഹിക്കാൻ നമ്മൾ അനുവദിച്ചു കൊടുക്കണം. എന്നാൽ മാത്രമേ ആ സ്നേഹത്തിന്റെ അർത്ഥം അവിടെ അവർ മനസ്സിലാക്കുകയും ആ സ്നേഹത്തിന്റെ പാതയിലൂടെ അവരെ നമ്മൾ കൈപിടിച്ച് മുമ്പോട്ടേക്ക് നടത്താനും നമ്മൾക്ക് കഴിയുള്ളൂ. അതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ചോദിച്ചുകൊണ്ടേയിരിക്കണം അവരോട്. അവരെ കൺഫ്യൂസ്ഡ് ആക്കുന്ന രീതിയിൽ എപ്പോഴും ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ടിരിക്കുക എന്നല്ല. അവർക്ക് ചിന്തിക്കാനുള്ള അവസരം ഉണ്ടാകുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് അവരോട് ചോദിക്കാവുന്നതാണ്. അതുപോലെ തന്നെ അവരുടെ ഫീലിങ്സിന് വില കൽപ്പിക്കുക. അവർ ദേഷ്യത്തിലാണെങ്കിൽ, സങ്കടത്തിലാണെങ്കിൽ, അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കൺഫ്യൂസ്ഡ് സ്റ്റേജിൽ അവരുടെ ഏത് ഇമോഷനിലാണോ അവരിയ്ക്കുന്നത്, അവരുടെ ഇമോഷനെ നമ്മൾ ഇമ്പോർട്ടന്റ് കൊടുക്കേണ്ടതാണ്. അതായത് ആ ഫീലിങ്സിന് നമ്മൾ വാല്യൂ കൊടുക്കേണ്ടതാണ്. അവര് കരഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കില് അവരെ ഒന്ന് സമാധാനിപ്പിക്കുക. പോകട്ടെ, അങ്ങനെയല്ല ഇങ്ങനെയാണ്. നമുക്ക് ഇങ്ങനെ ശ്രമിക്കാം. അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ ഏത് സിറ്റുവേഷൻ ആണോ അത് ആ സിറ്റുവേഷൻ അനുസരിച്ച് നമ്മൾ അവരെ ആ ഒരു ഫീലിങ്സിന് സപ്പോർട്ട് ചെയ്ത് അവരെ അതിൽ നിന്നും ഒന്ന് ഒക്കെ ആകാൻ വേണ്ടിയിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യാം. അതല്ല അവർ സ്കൂളിൽ എന്തെങ്കിലും ഒരു സമ്മാനം കിട്ടി അതുമായിട്ട് വരികയാണ്. അതല്ലാന്നുണ്ടെങ്കിൽ നല്ല മാർക്ക് സ്കോർ ചെയ്ത് വളരെ ഹാപ്പി ആയിട്ട് വരികയാണ്. ആ ഒരു ഹാപ്പിനെസ്സിൽ നമ്മളും കൂടെ ചേരുക. എന്ത് ഇമോഷനിലാണോ ഇരിക്കുന്നത് അവരോടൊപ്പം അവരെ നമ്മൾ ചേർത്ത് പിടിക്കുക ഓരോ നിമിഷവും. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പോൾ അവരെന്തെങ്കിലും കാര്യത്തിന് കൊച്ചു കുട്ടികളാവട്ടെ എന്തെങ്കിലും കാര്യത്തിന് കരഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മൈൻഡ് ചെയ്യാതെ പോവുകയാണെങ്കിൽ ആ ഹൃദയത്തെ, ആ കുഞ്ഞു മനസ്സിനെ വല്ലാതെ വേദനപ്പെടുത്തും. അല്ലേ? നിങ്ങൾ ആ കുട്ടിയായിട്ട് ചിന്തിച്ചു നോക്കിക്കേ. നിങ്ങൾ കരഞ്ഞുകൊണ്ടിരുന്നപ്പോൾ മറ്റുള്ളവർ കെയർ ചെയ്യാതിരുന്ന സന്ദർഭത്തിൽ എന്റെ കൂടെ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ, എന്നെ ഒന്ന് ചേർത്ത് പിടിച്ചിരുന്നെങ്കിൽ എന്ന് നമ്മൾ ആഗ്രഹിക്കില്ലേ? നമ്മൾക്ക് സങ്കടം വന്നിരിക്കുമ്പോൾ അതേ ഇമോഷൻസ് നമ്മുടെ മക്കൾക്കും ഉണ്ടാകില്ലേ? നമ്മൾ അവരെ കൈവിടാൻ കഴിയുമോ? നമ്മളത് ചേർത്ത് പിടിക്കണം നമ്മുടെ മക്കളെ. എന്നാൽ മാത്രമേ നമ്മൾ സങ്കടപ്പെട്ടിരിക്കുമ്പോൾ അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അവർ നമ്മളിലൂടെ ഓരോന്നും പഠിക്കുകയാണ്. അല്ലേ? നമ്മുടെ വീടാണ് ഫസ്റ്റ് ലിസണിങ് സ്കൂൾ അവരുടെ. നമ്മുടെ വീടാണ് ഫസ്റ്റ് സ്കൂൾ. നമ്മളാണ് ഫസ്റ്റ് ടീച്ചർ. ഞാൻ ഉൾപ്പെടെ ഉള്ള പേരൻസ് ആണ് നമ്മളുടെ മക്കളുടെ ഫസ്റ്റ് ടീച്ചർ. നമ്മളെ കണ്ടാണ് അവർ ഓരോ കാര്യങ്ങളും പഠിക്കുന്നത്. അതിനുശേഷമാണ് അവർ സ്കൂളിലേക്ക് പോകുന്നത്. അല്ലേ? അപ്പൊ നമ്മൾ എന്താണോ ചെയ്യുന്നത് അതാണ് അവർ കണ്ട് ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഇരുന്ന് ഒരാളെ കുറ്റം പറയുകയാണ്. അപ്പുറത്തെ ചേച്ചി അങ്ങനെയാണ് ഇങ്ങനെയാണ്, അല്ലെങ്കിൽ ആ ചേട്ടൻ അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി എന്നുള്ള അവരുടെ കുറ്റം നമ്മൾ പറയുകയാണെങ്കിൽ അത് കണ്ടാണ് കുട്ടികൾ വളരുന്നത്. അതുപോലെ കുട്ടികളുടെ മുന്നിൽ വെച്ച് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം സംസാരിക്കുക. അനാവശ്യമായിട്ടുള്ള ഒരു കാര്യങ്ങളും ഒരു ടോക്കും ഒരു ഡിസ്കഷനും കുട്ടികളുടെ മുന്നിൽ വെച്ച് പാടില്ല. കാരണം ഇങ്ങനെയൊക്കെയാണ് സംസാരിക്കേണ്ടത്, അല്ലെങ്കിൽ ഇന്ന ഇന്ന കാര്യങ്ങൾ ചർച്ച ചെയ്യാം എന്നൊക്കെ അവരുടെ മൈൻഡിലേക്ക് നമ്മളായിട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മളുടെ കുട്ടികളെ കൊണ്ട് ഒരു ഷോപ്പിംഗ് കോംപ്ലക്സിൽ അല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ഷോപ്പിൽ പോകുകയാണ്. കണ്ടത് മുഴുവൻ അവർ പറക്കിയെടുക്കുക, അല്ലെങ്കിൽ നമ്മൾ എടുക്കുകയാണ്. ആവശ്യമില്ലാത്ത എല്ലാം പറക്കിയെടുക്കുകയാണ്. അത് ഇത് മറ്റേ എല്ലാ സാധനം. ഇപ്പൊ ഒരു സോപ്പ് പൊടി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ സോപ്പ് പൊടി എടുക്കും, കുറച്ചങ്ങോട്ട് മാറിയിട്ട് ഒരു ലിക്വിഡ് ഉണ്ട്, ആ ലിക്വിഡ് എടുത്തേക്കാം. കുറച്ചങ്ങോട്ട് മാറിയിട്ട് വേറൊരു സാധനം, അതേ സെയിം ഫംഗ്ഷനുള്ള പർപ്പസിനുള്ള സാധനമാണ് വേറെ എടുക്കുകയാണ്. ഇങ്ങനെയാണ് പർച്ചേസ് ചെയ്യേണ്ടത്. അവരുടെ ഹൃദയത്തിനുള്ളിൽ അവരുടെ സബ് കോൺഷ്യസിൽ സേവ് ആകും. ഇങ്ങനെയാണ്. അതായത് ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതും എല്ലാം അതുപോലെ തന്നെയാണ് പല സിറ്റുവേഷനും. ഇപ്പൊ ഞാൻ ഷോപ്പിംഗ് മോൾ എന്ന് പറഞ്ഞത് ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ്. അതായത് നമ്മളുടെ കുട്ടികളെ അതായത് വാണ്ടഡ് ആയിട്ടുള്ള സാധനങ്ങളും നീഡഡ് ആയിട്ടുള്ള സാധനത്തിന്റെയും ഡിഫറൻസ് അവരെ നമ്മൾ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കേണ്ടതാണ്. മനസ്സിലായോ? ആ ഡിഫറൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത്യാവശ്യമുള്ള സാധനങ്ങളും ആവശ്യമുണ്ട്, പക്ഷെ ഇല്ലെങ്കിലും കുഴപ്പമില്ല. അങ്ങനെ പല സാഹചര്യങ്ങളും പല സാധനങ്ങളും നമ്മുടെ ലൈഫിൽ ഉണ്ടായേക്കാം, അല്ലെ? അപ്പം അതിന്റെ ഇമ്പോർട്ടൻസ് മസ്റ്റ് ആയിട്ട് നമ്മൾ നമ്മളുടെ മക്കളെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടതാണ്. അതിൽ വലിയ ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം നമ്മളുടെ മക്കൾക്ക് ഒരു ചിട്ട, അതല്ലെങ്കിൽ ആ കുട്ടി വളരെ ജീനിയസ് ആണ്, അവൻ എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് സംസാരിക്കുന്നത്, ഒരു കാര്യങ്ങളും അനാവശ്യമായിട്ട് വേണമെന്നോ അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെയൊന്നും പറയാറില്ല, വളരെ നീറ്റാണ്, എന്ത് നല്ല സ്വഭാവമാണ് കുട്ടിയുടെ എന്ന് പറഞ്ഞിട്ട് ചില കുട്ടികൾ നമ്മളെ കണ്ടിങ്ങനെ നോക്കിയിരിക്കാറുണ്ടല്ലേ. എന്തുകൊണ്ട് നമ്മൾക്ക് നമ്മുടെ കുട്ടികളെ അങ്ങനെ ആക്കിക്കൂടാ?
നമ്മൾ ശ്രമിക്കാഞ്ഞിട്ടല്ലേ? നമ്മൾ ശ്രമിച്ചാൽ എന്തും പോസിബിൾ ആണ്. നമുക്കതിന് ടൈമില്ല. അതാണ് പ്രശ്നം. അപ്പം നമ്മുടെ കുട്ടികളെ എന്താണോ ആവശ്യം, എന്താണോ അത്യാവശ്യം, അത് നമ്മൾ പറഞ്ഞു പഠിപ്പിക്കേണ്ടതാണ്. അതുപോലെ തന്നെ അവരുടെ വർക്കുകൾ, ഇപ്പൊ ഒരു സ്കൂളിൽ നിന്ന് വരികയാണ് അല്ലെന്നുണ്ടെങ്കിൽ വീക്കെൻഡ്സിൽ, അതുപോലെ തന്നെ അവരുടെ വർക്കുകൾ അവരെ തന്നെ ഒന്ന് ഡു ലിസ്റ്റ് അല്ലെങ്കിൽ ഷെഡ്യൂൾ ചെയ്യിപ്പിക്കാനോ, അത് എപ്പോ ചെയ്യണം, അതായത് ഹോംവർക്ക് ചെയ്യേണ്ടത് എപ്പോഴാണ്, കിടക്കുന്നത് എപ്പോഴാണ്, ഇന്ന ഇന്ന വർക്കുകൾ ചെയ്യുന്നത് എപ്പോഴാണെന്ന് അവരെ തന്നെ ഷെഡ്യൂൾ ചെയ്യിപ്പിക്കാൻ നമ്മൾ അനുവദിക്കേണ്ടതാണ്. അല്ലാതെ മോനെ നീ ഈ സമയം എണീക്കണം, രാവിലെ 5 മണിക്ക് എണീക്കണം, 5 മുതൽ 5:30 വരെ ഇന്ന കാര്യം ചെയ്യണം, 5:30 മുതൽ 6:30 വരെ ഇന്നത് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഒരു ടൈം ടേബിൾ ഇട്ട് കൊടുക്കാൻ പാടില്ല. അവരുടെ മൈൻഡിൽ ഒരു ടൈം ടേബിൾ വേണമെന്നുണ്ടെങ്കിൽ അവരോട് തന്നെ ക്രിയേറ്റ് ചെയ്യാൻ പറയുക. അതിൽ നമ്മൾ തലയിടാൻ പാടില്ല. ഒരു കുഞ്ഞ് LKG 1-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളുടെ കാര്യമല്ല, അതിൽ മുതിർന്ന കുട്ടികളുടെ കാര്യമാണ് ടൈം ടേബിളിന്റെ കാര്യം ഞാൻ പറഞ്ഞത്. അതുപോലെ തന്നെ ശരിക്കും നമ്മൾ ഒരു മോശമായിട്ടുള്ള, അതായത് നമ്മളിപ്പം ഒരാളെ കുറ്റപ്പെടുത്തി നമ്മുടെ കുട്ടികളുടെ മുന്നിൽ വെച്ച് പറയുന്ന സമയത്ത് ആ കുട്ടി അങ്ങനെയാണ്, ഈ കുട്ടി ഇങ്ങനെയാണെന്നുള്ള രീതിയിൽ നമ്മൾ മറ്റു കുട്ടികളെ കുറ്റപ്പെടുത്തി പറയാറില്ല. ഒരു കുട്ടികളുമായി നമ്മളുടെ കുട്ടികളെ കമ്പയർ ചെയ്യാനും പാടില്ല. അതായത് നിന്റെ ഫ്രണ്ടല്ലേ അരവിന്ദ്, അരവിന്ദ് എന്ത് നന്നായിട്ടാണ് പഠിക്കുന്നത്, നിനക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെ പഠിക്കാൻ സാധിക്കാത്തത്? നിങ്ങൾ രണ്ടുപേരും ഒരു സ്കൂളിലല്ലേ പഠിക്കുന്നത്, നിങ്ങൾ രണ്ടും ഒരേ ട്യൂഷനിലല്ലേ പോകുന്നത്, പിന്നെ നീ എന്തുകൊണ്ട് നീ പഠിക്കുന്നില്ല? നിനക്ക് 50 മാർക്ക്, അവന് 80 മാർക്ക്. വാട്ട് എ ഡിഫറൻസ് ബേബി. ഫോർ വാട്ട് പർപ്പസ് യു ആർ ഗോയിങ് സ്കൂൾ എന്നൊക്കെ നമ്മൾ ചോദിക്കാറുണ്ട് അല്ലേ? അരവിന്ദിന്റെ ബുദ്ധിയും നമ്മുടെ മോന്റെ ബുദ്ധിയും ഡിഫറെന്റ് ആണ്. അവന്റെ സ്കില്ലും ഇവന്റെ സ്കില്ലും ഡിഫറെന്റ് ആണ്. നമ്മൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ 50 മാർക്ക് വാങ്ങുന്ന നമ്മുടെ കുട്ടി 50-ൽ നിന്നും 30-ലേക്കും 20-ലേക്കും 10-ലേക്കും വരാൻ തുടങ്ങും. എന്റെ അമ്മ പറയുന്നത് അവനെ കണ്ടു പഠിക്കാനല്ലേ, അവനെ കണ്ടു പഠിക്കാനല്ലേ. ഞാനപ്പൊ മോശമല്ലേ, ഞാൻ ശരിയല്ല, ഞാൻ പ്രോപ്പർ അല്ല, ഞാൻ ഓക്കെ അല്ല, ഞാൻ ഓക്കെ അല്ല എന്നായിരിക്കും നമ്മുടെ കുട്ടിയുടെ മനസ്സിൽ നമ്മൾ കുത്തിവെക്കുന്ന ആ വിഷം. ഐ എം നോട്ട് ഓക്കെ, ഐ എം നോട്ട് ഓക്കെ, ഹി ഈസ് ഓക്കെ. ഐ എം നോട്ട് ഓക്കെ, ഹി ഈസ് ഓക്കെ. ഐ എം നോട്ട് ഓക്കെ, മൈ മോം ഈസ് നോട്ട് ഓക്കെ. ഓൾവേസ് ഐ ആം നോട്ട് ഓക്കെ. അങ്ങനെ ഒരു കാര്യം നമ്മുടെ കുട്ടികളുടെ ഉള്ളിൽ കയറാൻ പാടില്ല. ഓൾവേസ് ഐ ആം ഓക്കെ, യു ആർ ഓക്കെ. ഐ ആം ഓക്കെ, മൈ പേരൻസ് ഓക്കെ. ഐ ആം ഓക്കെ, എവരിബഡി ഈസ് ഓക്കെ. ഈ ഒരു കൺസെപ്റ്റ് ആയിരിക്കണം നമ്മുടെ കുട്ടികളുടെ ഉള്ളിൽ ഉണ്ടായിരിക്കേണ്ടത്. അതായത് ഞാൻ ഓക്കെയാണ്, നീ ഓക്കെയാണ്, ഞാൻ ഓക്കെയാണ്, അവനും ഓക്കെയാണ്, എല്ലാവരും ഓക്കെയാണ്. നമ്മുടെ ജീവിതത്തിൽ എന്താണ് സംഭവിക്കുന്നത്? മാർക്കിന്റെ കാര്യത്തിൽ മാത്രമല്ല, അവൻ നന്നായിട്ട് ഓടുന്നില്ല, എന്തുകൊണ്ട് നീ അങ്ങനെ ഓടിയില്ല? അവനെ കാണാൻ എന്ത് സുന്ദരനാണ്, നിന്റെ മുഖത്തൊക്കെ എന്ത് പാട്, നിന്നെ കാണാൻ എന്തിനു കൊള്ളാം. പല കാര്യത്തിലും നമ്മൾ കമ്പയർ ചെയ്യാറുണ്ട് നമ്മുടെ മക്കളെ, അല്ലേ? ഇനി അത് പാടില്ല. നമ്മുടെ കുട്ടി നമ്മുടെ കുട്ടിയാണ്. യു ഐ എന്നുള്ളത് ഒന്നേ ഉള്ളൂ. ഒന്നേ ഉള്ളൂ. അങ്ങോട്ട് നോക്കിയിട്ട് യു എന്നാണ് പറയുന്നത്. ഡിഫറൻസ് ഉണ്ട് എല്ലാത്തിലും. ഓരോ ആളുകളും യുണീക്കാണ്. ഓരോരുത്തരുടെ ക്യാരക്ടർ ആണെന്നുണ്ടെങ്കിലും അവരുടെ സ്റ്റൈൽ ആണെങ്കിലും രീതികളാണെങ്കിലും എല്ലാം യുണീക്കാണ്. ഒരാളെ പോലെ ആരുമില്ല. ഒരാളെ പോലെ ആർക്കും ആകാനും കഴിയില്ല. എല്ലാവരും യുണീക്കാണ്. ഞാൻ യുണീക്കാണ്, നിങ്ങൾ ഓരോരുത്തരും യുണീക്കാണ്, അല്ലേ? നിങ്ങൾ എന്നെ പോലെയാണോ? നിങ്ങൾ നിങ്ങളെ പോലെയല്ലേ? ഞാൻ എന്നെ പോലെയാണ്, നിങ്ങൾ നിങ്ങളെ പോലെയാണ്, അങ്ങനെയല്ലേ? എല്ലാവരും അങ്ങനെ തന്നെയാണ്. നമ്മളുടെ മക്കളും, നമ്മളുടെ മക്കളെ വളരാൻ നമ്മൾ അനുവദിക്കണം. ഹീസ് ഓക്കെ, യു ആർ ഓക്കെ പറഞ്ഞ് കുട്ടികളെ സങ്കടപ്പെടുത്താൻ പാടില്ല. ഓൾവേസ് യു ആർ ഓക്കെ ബേബി, യു ആർ ഗ്രേറ്റ്, യു ആർ ഗ്രേറ്റ് എന്ന് പറഞ്ഞ് നമ്മൾ ഇൻസ്പയർ ചെയ്യുകയാണെങ്കിൽ കുട്ടി വളരുവോ അത് താന്നു പോകുമോ? ഓ, അമ്മ പറയുന്നുണ്ട് ഞാൻ ഓക്കെ ആണെന്ന്, ഇനി ഞാൻ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല, ഞാൻ ഇനി ചെയ്യേണ്ട കാര്യമില്ല എന്ന് ചിന്തിക്കുവോ?
നീ ശരിയല്ല, നീ ശരിയാന്ന് പറയുമ്പോൾ എന്താ ചിന്തിക്കും, ഞാൻ ശരിയല്ല, ഇനി ഞാൻ എന്ത് ചെയ്യാനാണ്. അപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഐ എം ഓക്കെ, യു ആർ ഓക്കെ. ഞാൻ യുണീക്കാണ്, അതുപോലെ നീയും അങ്ങനെ തന്നെയാണ്. നിന്റെ രീതികൾ അനുസരിച്ച് നീ മുമ്പോട്ടേക്ക് പോവുക. അതുപോലെ നമ്മൾ എപ്പോഴും നമ്മുടെ കുട്ടികളെ കൊണ്ട് എസ് പറയാൻ ശ്രമിപ്പിക്കാൻ പാടില്ല. മര്യാദയ്ക്ക് ഫുഡ് ഫുള്ള് കഴിച്ച് കഴിഞ്ഞോണം. 5 മിനിറ്റിനുള്ളിൽ ഫുഡ് കഴിച്ചോണം. യെസ് മാം, ഞാൻ കഴിച്ചോളാം. പെട്ടെന്ന് ഹോംവർക്ക് ചെയ്തോട്ടോ, 5 മിനിറ്റ് സമയം തരും, ഇപ്പൊ തന്നെ ഹോംവർക്ക് ചെയ്തോ. ഓക്കെ യെസ് മാം. കടയിൽ പോയി സാധനം വാങ്ങിച്ചോ, മനസ്സിൽ പോകാൻ താല്പര്യമില്ല, വാങ്ങിക്കണം. അത് ഭയപ്പെട്ടിട്ടാണ്. നല്ല തലവേദന എടുത്ത് കിടക്കാണ്. വേഗം ഫുഡ് ഉണ്ടാക്കിക്കേ മോളെ ഒന്ന്, അല്ലെങ്കിൽ വേഗം അത് ചെയ്തേ, വേഗം ഇത് ചെയ്തേ, ഒന്ന് ക്ലീൻ ചെയ്തേ എന്നൊക്കെ പറയും. ഒട്ടും സുഖമില്ല, നല്ല തലവേദന, ഒന്ന് കിടക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. ശരി മാ, ഞാൻ ചെയ്തോളാം, അല്ലെങ്കിൽ ശരി പപ്പ ഞാൻ ചെയ്തോളാം. വൈ വൈ ദേ ആർ ടെല്ലിങ് ഓൾവേസ് യെസ്? നിങ്ങൾ അങ്ങനെ ശീലിപ്പിച്ചിട്ടാണ്. ഈ കുട്ടികൾ നിങ്ങളുടെ ഉള്ളിൽ നിന്നും, നിങ്ങളുടെ അരികിൽ നിന്നൊന്നും മാറിപ്പോയിട്ട് എവിടെയെങ്കിലും വർക്ക് ചെയ്യുമ്പോൾ, അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഹയർ സ്റ്റഡീസിന് പോകുന്ന സമയത്തും അവരോട് പറയാണ്, അവർക്ക് ചെയ്യാൻ പറ്റാത്തൊരു കാര്യം, അല്ലെങ്കിൽ ടീച്ചേഴ്സ് അല്ലെങ്കിൽ ഹയർ ഓഫീസേഴ്സ് അവരോട് പറയാണ്, യു ഷുഡ് ഡു ലൈക്ക് ദാറ്റ്. യെസ് സർ, ചെയ്യാൻ പറ്റാത്തതായിരിക്കാം, പക്ഷെ അവിടെ യെസ് പറയും. വൈ? പഠിച്ചത് ഓൾവേസ് യെസ് പറയാനാണ്. അതേ അറിയൂ എനിക്ക്. മാറിയിരുന്ന് സങ്കടപ്പെടും. എന്തുകൊണ്ട്? എനിക്ക് നോ പറയാൻ അറിയില്ല. എന്റെ പേരൻസ് എന്നെ നോ പറഞ്ഞ് പഠിപ്പിച്ചിട്ടില്ല. എത്ര ബുദ്ധിമുട്ടാണെങ്കിലും എനിക്ക് യെസ് പറയാനേ അറിയൂ. ഞാൻ അതാണ് ശീലിച്ചിട്ടുള്ളത്. ഒരിക്കലും നമ്മൾ അങ്ങനെ കുട്ടികളെ പഠിപ്പിക്കാൻ പാടില്ല. യെസ് പറയേണ്ടടുത്ത് യെസ് പറയണം, നോ പറയേണ്ടടുത്ത് നോ പറയണം. എന്താണോ റൈറ്റ്, അവരുടെ റൈറ്റിന് പോകാൻ അവരെ അനുവദിക്കണം നമ്മൾ. എന്ന് കരുതി തെറ്റുകുറ്റങ്ങൾ ചെയ്യാൻ അനുവദിക്കുക എന്നല്ല. റൈറ്റ് ആയിട്ടുള്ളത് റൈറ്റ് ആയിട്ട് പോകണം. എന്നാൽ മാത്രമേ അവർക്ക് ചെയ്യാൻ പറ്റാത്തൊരു കാര്യം വരുമ്പോൾ അവർ നോ പറയുള്ളൂ. അതുപോലെ തന്നെ കുട്ടി ഒരു 10 വയസ്സ് അല്ലെന്നുള്ള 8 വയസ്സ്, ഇപ്പോഴത്തെ 8 വയസ്സുള്ള കുട്ടികൾ എന്ന് വെച്ചാൽ ശരിക്കും അവരുടെ ഒപ്പീനിയൻസ് പറയാൻ പാകമായിട്ടുള്ള കുട്ടികളാകാം. തീർച്ചയായിട്ടും നമ്മളുടെ വീട്ടിൽ അല്ലെന്നുണ്ടെങ്കിൽ നമ്മളുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യത്തിൽ നമ്മൾ ഒരു ഒപ്പീനിയൻ നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനോട് ചോദിക്കുന്നതിന്റെ കൂടെ നമ്മുടെ കുട്ടിയോട് നമ്മൾ ചെറിയൊരു ഒപ്പീനിയൻ ചോദിക്കണം. മോനെ നിനക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടോ, അല്ലെങ്കിൽ മോളെ നിനക്ക് എന്തെങ്കിലും ഒപ്പീനിയൻ ഉണ്ടോടാ ഇതിന്റെ കാര്യത്തില്, ഇങ്ങനെയൊക്കെയാണ്. നിനക്ക് എന്തെങ്കിലും ഒപ്പീനിയൻ ഉണ്ടെങ്കിൽ യു ക്യാൻ ഷെയർ വിത്ത് അസ് ഫ്രീലി. ആ ഒരു ഫ്രീഡം നമ്മൾ അവർക്ക് കൊടുക്കണം. ഒരു വീട് ഷിഫ്റ്റ് ചെയ്യാണ്, 2-3 വീടുകളുടെ ലിസ്റ്റ് വന്നിട്ടുണ്ട്, നമ്മളിങ്ങനെ സോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മോനോട് ചോദിക്കണം, മോനെ നിനക്ക് ഇതിൽ ഏതെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടോ, നിനക്ക് എന്തെങ്കിലും ഒപ്പീനിയൻ ഉണ്ടോ എന്ന് തീർച്ചയായിട്ടും നമുക്ക് ചോദിക്കാം. നമ്മൾ നമ്മളുടെ മക്കൾക്ക് ഒരു പെർമിഷൻ കൊടുക്കുകയാണ്, അല്ലെങ്കിൽ അവരുടെ അഭിപ്രായത്തിന് നമ്മൾ വാല്യൂ കൊടുക്കുകയാണ്. ഇപ്പൊ എന്താണ് നടക്കുന്ന വീടുകൾ? ഞാനാണ് ഇവിടെ തീരുമാനം എടുക്കുന്നത്, നിന്റെ ഒപ്പീനിയന്റെ ആവശ്യം ഇവിടെ ഇല്ല, നിന്റെ അഭിപ്രായം ഇവിടെ ആർക്കും അറിയണ്ട, നീ ഇവിടെ വട്ടപൂജ്യമാണ്. ഇൻഡയറക്റ്റ് ആയിട്ട് നമ്മൾ പറയുന്ന അങ്ങനെയാണ്, യു ആർ എ ബിഗ് സീറോ. നീ ഇവിടെ അഭിപ്രായം പറയേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ നമ്മൾ നമ്മുടെ കുട്ടികളെ അഭിപ്രായം പറയാൻ കഴിയാത്തൊരു കുട്ടിയായിട്ടായിരിക്കും നമ്മൾ വളർത്തുന്നത്. നമ്മുടെ കുട്ടികൾ അഭിപ്രായം പറയണം ഓരോ കാര്യത്തിലും. നമ്മളത് ചെയ്തോ ഇല്ലയോ എന്നുള്ളതാണ് നെക്സ്റ്റ് ആണത്. പക്ഷെ അവരുടെ ഒപ്പീനിയൻ നമ്മൾ ചോദിക്കണം എല്ലാ കാര്യത്തിലും. ഒരു ടോയ്സ് വാങ്ങിക്കുകയാണ്, നമ്മൾക്ക് ഇഷ്ടപ്പെട്ട ടോയ്സ് അല്ല വാങ്ങേണ്ടത്, അവരുടെ ഒപ്പീനിയൻ ചോദിക്കണം, നിനക്കിത് മതിയോ? ഒരു കാറ് വാങ്ങുകയാണ്, റെഡ് ബ്ലാക്ക് ബ്ലൂ കളർ പല ഒപ്പീനിയൻസ് ഉണ്ടാകും. നമ്മളുടെ ഫേവറേറ്റ് റെഡ് ആകും, പക്ഷെ മോന്റെ ഫേവറേറ്റ് ബ്ലൂ ആകും. മോന്റെ മനസ്സിൽ വല്ലാത്തൊരു വിങ്ങനുണ്ടാകും, ബ്ലൂ വാങ്ങിച്ചിരുന്നെങ്കിൽ. പക്ഷെ റെഡ് വാങ്ങിക്കാൻ വല്ലാത്ത സങ്കടം, പക്ഷെ ബ്ലൂ വാങ്ങിച്ചില്ലല്ലോ, ഞാൻ പറഞ്ഞെങ്കിലും എന്റെ അച്ഛൻ അല്ലെങ്കിൽ അമ്മ വാങ്ങില്ല, പിന്നെ ഞാൻ പറഞ്ഞിട്ട് എന്താ കാര്യം?
തീർച്ചയായും നമ്മൾ അവരുടെ ഒപ്പീനിയന് വാല്യൂ കൊടുക്കുക. അവരുടെ ഒപ്പീനിയൻ, ജസ്റ്റ് ഒപ്പീനിയൻ ചോദിക്കുക. ആ ഒപ്പീനിയൻ ചോദിക്കുന്ന സമയത്ത് അവർക്ക് വല്ലാത്ത സന്തോഷമായിരിക്കും. വല്ലാത്തൊരു സന്തോഷമായിരിക്കും അവർക്ക്. നിങ്ങളൊന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ട കാര്യം തന്നെയാണ്. നമ്മുടെ കുഞ്ഞു കുട്ടികളാണെങ്കിൽ പോലും അവർക്ക് വല്ലാത്തൊരു സന്തോഷം തോന്നും. നമ്മൾ അവരോട് ഒപ്പീനിയൻ, എന്തെങ്കിലും ചെറിയ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾക്കാണെങ്കിലും നമ്മൾ അങ്ങനെ ഒപ്പീനിയൻസ് ചോദിക്കുകയാണെങ്കിൽ. അതുപോലെ തന്നെ നമ്മളുടെ കുട്ടികൾ വളരുന്നത് ഒരു നല്ല സറൗണ്ടിങ്സിലായിരിക്കണം. നല്ല സറൗണ്ടിങ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് അവരുടെ ഫ്രണ്ട് സർക്കിൾ ആണെങ്കിലും ഇപ്പൊ ഫാമിലീസ് ആണെങ്കിലും നല്ല സറൗണ്ടിങ്സ് ആണെന്ന് ഓൾവേസ് നമ്മൾ ഉറപ്പുവരുത്തേണ്ട ഒരു കാര്യമാണ്. നമ്മൾ അവരുടെ കാര്യം ശ്രദ്ധിക്കാറേ ഇല്ല പല സമയവും. നമുക്ക് സമയമില്ലാത്തത് കൊണ്ടേ. അവരാരുടെ കൂടെയാണ് ടൈം സ്പെൻഡ് ചെയ്യുന്നത്, ആരുടെ കൂടെയാണ് കളിക്കുന്നത്, എന്ത് കളികളാണ് കളിക്കുന്നത്, എവിടേക്കൊക്കെയാണ് പോകുന്നത്, നമുക്കൊന്നും അറിയില്ല. അവർക്ക് പറയാനും തോന്നില്ല. എന്തുകൊണ്ട് അവർക്ക് പറയാൻ തോന്നില്ല? ഫ്രീഡം ഇല്ല. പറഞ്ഞാൽ അടി കിട്ടുമോ? അങ്ങനെയല്ല. അവരെല്ലാ കാര്യങ്ങളും നമ്മളോട് ഓപ്പൺ ആയിട്ട് പറയുന്ന രീതിയിൽ, അവർ തെറ്റുകൾ ചെയ്താൽ പോലും അവിടെ നമ്മൾ തിരുത്തി അവരെ നേർവഴിയിൽ നയിക്കുന്ന നല്ലൊരു ബെസ്റ്റ് ഫ്രണ്ട് ആയിരിക്കണം നമ്മൾ നമ്മളുടെ മക്കളുടെ. എന്നാൽ മാത്രമേ നമ്മളുടെ മക്കളെ നല്ല രീതിയിൽ നമുക്ക് ബിൽഡ് ചെയ്തെടുക്കാൻ കഴിയുകയുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ എപ്പോഴും അവരെ റെസ്പെക്ട് ചെയ്യണം. നമ്മളുടെ മക്കളെ, കുഞ്ഞു മക്കളാണെന്നുണ്ടെങ്കിലും അവർക്കൊരു വാല്യൂ കൊടുക്കാത്ത രീതിയിൽ ഒരിക്കലും നമ്മൾ പെരുമാറാൻ പാടില്ല. റെസ്പെക്ട് കൊടുക്കുന്നത് അവരെ തൊഴുത് അവരെ ഇങ്ങനെ നമിച്ചിരിക്കണമെന്നല്ല. കുട്ടികളും അവരുടേതായിട്ടുള്ള ഒരു വ്യക്തിത്വത്തിനുടമയാണ്. ആ വ്യക്തിത്വത്തെ നമ്മൾ തീർച്ചയായും റെസ്പെക്ട് ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ കുട്ടികൾക്ക് മണിയോടുള്ള ആറ്റിറ്റ്യൂഡ്, നല്ലൊരു ആറ്റിറ്റ്യൂഡ് നമ്മളാണ് ഉണ്ടാക്കി കൊടുക്കേണ്ടത്. മണി വേസ്റ്റ് ചെയ്ത് നമ്മൾ കാണിച്ചു കൊടുക്കാൻ പാടില്ല. അതുപോലെ തന്നെ നമ്മളുടെ കയ്യിൽ കൂടുതൽ പണമുള്ള സമയത്ത് ആർക്കും കൊടുക്കാതെ മാറ്റി മാറ്റി സൂക്ഷിച്ചു വെക്കുക. അതാരെങ്കിലും എടുത്തിട്ട് പോകും. അതല്ലെന്നുണ്ടെങ്കിൽ ഇത് ആരെങ്കിലും കണ്ടാൽ ചോദിക്കും. നമ്മുടെ കയ്യിൽ പണം ഉണ്ടെന്ന് കണ്ടാൽ ആരെങ്കിലും ചോദിക്കും. അതുപോലെ മണിയെ ഭയപ്പെടുത്തി നമ്മൾ ഒരിക്കലും ജീവിക്കാൻ പാടില്ല. മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്ത് നമ്മൾ കാണിച്ചു കൊടുക്കണം. മണിയോടുള്ള നല്ലൊരു ആറ്റിറ്റ്യൂഡ് നമുക്ക് നമ്മുടെ കുട്ടികൾക്ക് ബിൽഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ അവർ ഒരുപാട് സഫർ ചെയ്യും. കാരണം നമ്മൾ മണിയെ ഭയപ്പെടുന്നവരാണെങ്കിൽ തീർച്ചയായും കുട്ടികളും മണി എന്ന് പറയുന്നത് ഒരു ഭയപ്പാടോടെ കാണുന്ന ഒന്നായിട്ടായിരിക്കും കാണുന്നത്. അതുകൊണ്ട് ഒരിക്കലും നമ്മൾ മണിയെ ഭയപ്പെട്ട് കാണിക്കാൻ പാടില്ല. മണിയെ സ്നേഹിക്കുക. സ്നേഹിച്ചാൽ മാത്രമേ മണി നമ്മളിലേക്ക് വരുള്ളൂ. മണി എന്ന് പറയുന്നത് ഒരു വ്യക്തിയായിട്ട് വേണമെങ്കിൽ കാണാം പണത്തെ. അങ്ങനെ നമ്മൾ കാണുകയാണെങ്കിൽ പണം നമ്മളിലേക്ക് വരികയും നമ്മൾ ഹാപ്പി ആയിട്ട് ഇപ്പൊ യൂസ് ചെയ്യുമ്പോഴും, നമ്മളിപ്പോ ഒരാൾക്ക് ഒരു 100 രൂപ കൊടുക്കുകയാണ്, ഹാപ്പി ആയിട്ട് അവർക്ക് കൊടുക്കുകയാണെങ്കിൽ കുട്ടികളും അത് കണ്ടാണ് വളരുന്നത്. ആരെങ്കിലും വന്ന് ഭക്ഷണം കഴിക്കാൻ ഒരു 10 രൂപ തരുമോ, അല്ലെങ്കിൽ ചായ കുടിക്കാൻ ഒരു 10 രൂപ തരൂ, ഇന്ന ആ ഒരു ആറ്റിറ്റ്യൂഡിലാണ് നമ്മൾ കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ കുട്ടിയും കണ്ടു വളരുന്നത് ആ ആറ്റിറ്റ്യൂഡ് ആയിരിക്കും. നമ്മുടെ കയ്യിൽ 100 രൂപയുണ്ടെങ്കിൽ ആരെങ്കിലും ചോദിച്ചാൽ 10 രൂപ കൊടുക്കാൻ ഹാപ്പിയോടെ നമ്മൾ കൊടുക്കാൻ തയ്യാറാകുകയാണെങ്കിൽ നമ്മുടെ കുട്ടികളിലും മണിയെ കുറിച്ചുള്ള ഭയമൊന്നും ഉണ്ടാക്കില്ല. ആ ഒരു മണി ഫ്ലോ നല്ല രീതിയിൽ അവർക്ക് ഉണ്ടാകുന്നതായിരിക്കും. മനസ്സിലായോ? അപ്പോ ശരിക്കും നമ്മളുടെ കുട്ടികളെ നമ്മൾ ശ്രദ്ധിച്ച് വളർത്തുകയാണെന്നുണ്ടെങ്കിൽ ഭാവിയിലേക്കുള്ള നല്ലൊരു മുതൽക്കൂട്ടായിട്ട് അവർ വളർന്നു പൊക്കോളും. ചെറിയൊരു സപ്പോർട്ട്, ചെറിയൊരു കെയർ, നമ്മൾ ചെറുതായിട്ടൊന്ന് കൂടെ ഒന്ന് ചേർത്ത് പിടിച്ചാൽ മാത്രം മതി. ഞാൻ പലപ്പോഴും പേരൻസിനോട് ചോദിക്കുന്ന ഒരു കാര്യമാണ്. ഞാൻ ഈ കേൾക്കുന്നവരോട് ചോദിക്കുകയാണ്, റെക്കോർഡിംഗ് കേൾക്കുന്നവരും ഇതിനുള്ള ആൻസർ നിങ്ങളോട് ചോദിക്കേണ്ടതാണ്. നിങ്ങളുടെ കുട്ടിയെ നിങ്ങൾ ലാസ്റ്റ് ഹഗ് ചെയ്തതെന്നാണ്. ഓർമ്മയുണ്ടോ? ചിലപ്പോൾ 5 വയസ്സുള്ള കുട്ടിയാകാം, ചിലപ്പോൾ 10 വയസ്സുള്ള കുട്ടിയാകാം, ചിലപ്പോൾ 20 വയസ്സുള്ള കുട്ടിയാകാം, ചിലപ്പോൾ 30 വയസ്സുള്ള കുട്ടിയാകാം. എല്ലാ പേരൻസിനും അവരുടെ മക്കൾ അവർ കുട്ടികൾ തന്നെയാണ്. നിങ്ങളുടെ മകനെ അല്ലെ മകളെ ഒന്ന് ഹഗ് ചെയ്തതെന്നാണ്, ഒന്ന് ചുംബിച്ചതെന്നാണ് പലർക്കും ഓർമ്മയില്ല എന്നായിരിക്കും. പക്ഷേ നമ്മൾ ആ ഒരു ഹഗ്ഗിലൂടെ, ആ ഒരു ചുംബനത്തിലൂടെ നമ്മൾ ഷെയർ ചെയ്യുന്നത് അൺലിമിറ്റഡ് ലവ് ആണ്, അൺലിമിറ്റഡ് കെയർ ആണ്, അൺലിമിറ്റഡ് സപ്പോർട്ടാണ്. ആ ഒരു ഹഗ്ഗിലൂടെ, ആ ഒരു ടൈറ്റ് ഹഗ്ഗിലൂടെ നമുക്ക് കിട്ടുന്നതെന്ന് വെച്ചാൽ വല്ലാത്തൊരു പ്രൊട്ടക്ഷൻ ആണ് നമ്മുടെ മക്കൾക്കും നമ്മൾക്കും. നമ്മളുടെ ഉള്ളിൽ എന്തെങ്കിലും സങ്കടത്തിലാണ് നമ്മൾ അവരെ ഹഗ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ
ഇങ്ങനെ പറന്നു പോകും ആവിയായിട്ട് ആ സങ്കടം. അതല്ല അവരെന്തെങ്കിലും ടെൻഷൻ ആയിട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അവരിങ്ങനെ ചിരിച്ചേക്കാണെങ്കിൽ പക്ഷെ അവരുടെ ഉള്ളിൽ വല്ലാത്ത ടെൻഷൻ ആയിരിക്കും. നമ്മൾ ഓടിപ്പോയിരുന്ന് ഹഗ് ചെയ്യാണ്. ഹഗ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ അവർ പൊട്ടിക്കരയും. എന്തുകൊണ്ടാണ്? പറയാതെ വെങ്ങിപ്പൊട്ടിയിരുന്ന സാധനമാണ് ഇതിലേക്ക് വരും. കൂടെ ആരെങ്കിലും ഉണ്ട് എന്നുള്ളൊരു തോന്നൽ അവർക്കുണ്ടാകും. നമ്മൾക്ക് നമ്മുടെ മക്കൾക്ക് അത് കൊടുക്കാൻ കഴിയുകയാണെങ്കിൽ അവിടെ നമ്മൾ നല്ലൊരു പേരന്റായി മാറാൻ കഴിയും. അവിടെ നമ്മൾ നല്ലൊരു പേരന്റ് ആകുകയും ചെയ്യും. നിങ്ങളുടെ മക്കൾക്ക് എൻ്റെ അമ്മ, എൻ്റെ അച്ഛൻ എൻ്റെ കൂടെ ഉണ്ട് എന്നൊരു തോന്നൽ, അവരെപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാകും എന്നൊരു തോന്നൽ അവരുടെ ഉള്ളിൽ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ യു ആർ എ ഗുഡ് പേരന്റ്. യു ആർ എ ഗുഡ് പേരന്റ്. Just try to make that confidence to your children. അവരെ നമുക്ക് എത്തിപ്പിടിക്കാൻ പറ്റാത്തത്രയും അവര് വളർന്നു പന്തലിക്കും. സ്നേഹം കൊണ്ട്, സന്തോഷം കൊണ്ട്, സമാധാനം കൊണ്ട്. അവർക്ക് സ്നേഹിക്കാനും സന്തോഷിപ്പിക്കാനും സമാധാനം പരത്താനും കഴിയും. കാരണം നമ്മൾ കൊടുത്ത് വളർത്തിയത് അതൊക്കെയാണ്. നമ്മൾ കാണിച്ചു കൊടുത്തത്, നമ്മൾ ശീലിപ്പിച്ചതൊക്കെ അതൊക്കെയാണ്. അപ്പൊ പ്രിയപ്പെട്ടവരെ, നമ്മളുടെ മക്കൾക്ക് കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുത്ത് നമ്മൾ വളർത്തുന്നതുകൊണ്ടാണ്. അവരുടെ ഫീലിങ്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക, അവർക്ക് റെസ്പെക്റ്റ് കൊടുക്കുക, അവർക്ക് സംസാരിക്കാൻ അവസരം കൊടുക്കുക, അവരെ കേൾക്കാൻ അവസരം കൊടുക്കുക, അവരെ ഓൾവേസ് എസ് പറഞ്ഞ് ശീലിപ്പിക്കാതിരിക്കുക. അങ്ങനെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു പോകുകയാണെങ്കിൽ ഒരു പരിധി വരെ നല്ല രീതിയിൽ നമുക്ക് നമ്മളുടെ കുട്ടികളെ ബിൽഡ് ചെയ്തെടുക്കാൻ കഴിയുന്നതായിരിക്കും. അവരുടെ പാഷന്, അവർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന കാര്യങ്ങൾക്ക് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ അവരതിൽ പിടിച്ച് കയറി ഉയരങ്ങളിലെത്തും. ആർട്ടിൽ ഇമ്പോർട്ടൻസ്, ആർട്ടിൽ ഭയങ്കര ക്രേസ് ഉള്ള ഒരു കുട്ടിയെ കൊണ്ടുപോയി സിവിൽ എഞ്ചിനീയറിംഗിൽ ചേർത്താൽ അവൻ ഫെയിലായി പോകും. ചിലപ്പോൾ ജയിക്കും, പക്ഷേ ജോലി ചെയ്യാൻ മനസ്സുണ്ടാകില്ല. അവന്റെ മനസ്സിലുണ്ടാകുന്നത് ഒരു ആർട്ടിസ്റ്റ് എന്ന മനോഭാവമായിരിക്കും. അപ്പൊ നിങ്ങളുടെ കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട കോഴ്സ് ചൂസ് ചെയ്യാൻ നിങ്ങൾ അനുവദിക്കേണ്ടതാണ്. അവർക്ക് അവസരം നൽകേണ്ടതാണ്. അവർക്കൊരു ഫ്രീഡം എല്ലാ കാര്യത്തിലും നമ്മൾ കൊടുക്കേണ്ടതാണ്. നമ്മുടെ സപ്പോർട്ടോട് കൂടിയുള്ള, നമ്മളുടെ കെയറും നമ്മളുടെ ഷെൽട്ടറോട് കൂടിയുള്ള ഒരു സ്നേഹം നമ്മൾ കൊടുക്കേണ്ടതാണ്. ഇത് പറഞ്ഞപ്പോൾ ഒരു കാര്യം പറയാതിരിക്കാൻ പറ്റില്ല. ഞാൻ ഇന്നലെ ഷെൽട്ടർ എന്ന് പറയുന്ന ട്യൂഷൻ സെന്ററിൽ പേരൻസിന് ക്ലാസ് എടുക്കാൻ വേണ്ടി പോയിരുന്നു. അപ്പോൾ ആ സമയത്ത് അവിടേക്ക് കടന്നു ചെന്നപ്പോൾ ആ ടീച്ചേഴ്സിന്റെ മുഖത്തുണ്ടായിരുന്ന ഹാപ്പിനെസ്, ആ കുട്ടികളുടെ മുഖത്തുണ്ടായിരുന്ന ഹാപ്പിനെസ്, അവിടെ ഉണ്ടായിരുന്ന പേരൻസിന്റെ മുഖത്തുണ്ടായിരുന്ന ഹാപ്പിനെസ്, ശരിക്കും ആ ഒരു ഷെൽട്ടർ, അതായത് ആ ഒരു സംരക്ഷണ ആ ട്യൂഷൻ സെന്ററിൽ അവർക്ക് കിട്ടുന്നത് കൊണ്ടാണ് ഇവിടെ എല്ലാവരുടെയും മുഖത്ത് ആ ഒരു ഹാപ്പിനെസ് കാണാൻ കഴിഞ്ഞത്. ഞാൻ പോയ ഉടനെ പാർക്കിംഗ് സൗകര്യം കുറവായിരുന്നു അവിടെ. അപ്പൊ പെട്ടെന്ന് ആ കുട്ടികൾ ഓടി വന്ന് ഇങ്ങോട്ടേക്ക് വന്നതാണോ എന്ന് ചോദിച്ചിട്ട്, എന്നെ അറിയില്ല, ഞങ്ങളെ അറിയില്ല, വന്നതാണോ എന്ന് ചോദിച്ചിട്ട് പെട്ടെന്ന് കാർ ഇടാനുള്ള അറേഞ്ച്മെന്റ്സ് ചെയ്തു തരികയും ഞങ്ങളെ മുകളിലേക്ക് കൊണ്ടുപോയി ആ സ്ഥാനത്തേക്ക് എത്തിക്കുകയൊക്കെ ചെയ്തു. ഭയങ്കര കെയർഫുൾ ആയിട്ടാണ് അവരെല്ലാം ഹാൻഡിൽ ചെയ്തത്. അപ്പോൾ എനിക്ക് വല്ലാത്ത സന്തോഷം തോന്നി. കാരണം ആ സ്കൂളിൽ നിന്നും, അതായത് ആ കുട്ടികളെ കൂടുതൽ സ്പെൻഡ് ചെയ്യുന്ന ആ ട്യൂഷൻ സെന്ററിലും ആ പേരൻസിന്റെയും എല്ലാം ഒരു വലിയൊരു ഉത്തരമാണ്, പല ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരമാണ് അവിടെ എനിക്ക് കിട്ടിയ ആ ഒരു കെയറും സപ്പോർട്ടും അവരുടെ സ്നേഹവും ഒക്കെ. ശരിക്കും ഒരു ഷെൽട്ടർ അത് തന്നെയാണ്, അതിന്റെ മീനിങ് അവർ കാണിച്ചു തന്നു. അതിനുശേഷം കുട്ടികളാണെന്നുണ്ടെങ്കിലും കൈകൊട്ടുമ്പോഴും അവർ ടീച്ചേഴ്സ് സംസാരിക്കുന്ന സമയത്താണെങ്കിലും അവരുടെ ഫേസിൽ ഒരു സന്തോഷം കണ്ടാൽ അറിയാം ഇത്രമാത്രം സുരക്ഷിതരാണ്, അല്ലെങ്കിൽ എത്ര ഹാപ്പി ആയിട്ടാണ് അവരവിടെ പഠിക്കുന്നതെന്ന്. ശരിക്കും നമ്മൾ നമ്മളുടെ മക്കളെയും അതുപോലെയാണ് ചെയ്യേണ്ടത്. അതായത് ഹാപ്പി ആയിട്ട് പഠിക്കണം. കുട്ടികളെ സ്ട്രെസ്ഫുൾ ആയിട്ട് അത് പഠിച്ചു തീർക്കണം അങ്ങനെ ഇങ്ങനെ നമ്മൾ അടിച്ചു പഠിപ്പിക്കാതെ സ്നേഹത്തോടെ തെറ്റുകൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അത് തെറ്റാണെന്ന് സ്നേഹത്തോടെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. നമ്മളുടെ സംരക്ഷണയിൽ ഇഷ്ടപ്പെട്ട് പഠിക്കുകയാണെന്നും കഷ്ടപ്പെട്ട് പഠിക്കുന്നതും ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. നമ്മുടെ കുട്ടികളെ കാര്യങ്ങൾ ഇഷ്ടപ്പെട്ട് പഠിക്കാൻ വേണ്ടി ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ അനുവദിക്കുകയും
ഇഷ്ടത്തോടെ പഠിക്കാനുള്ള സാഹചര്യങ്ങൾ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇന്നത്തെ ടോക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച്. അപ്പം നെക്സ്റ്റ് വീക്ക് കാണാം. ബൈ. എന്തെങ്കിലും ഡൗട്ട്സോ ക്വയറീസോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ചോദിക്കാം. അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നെ പേഴ്സണലായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ യൂട്യൂബിൽ കമന്റ് ബോക്സ് ലിങ്ക് മെൻഷൻ ചെയ്യാം. നിങ്ങൾക്ക് കറക്റ്റ് ആൻസേഴ്സ് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ താങ്ക് യു. ഗുഡ് നൈറ്റ് ഓൾ. ബൈ.